സുഖമോ ദേവി. ഭാര്യമാർക്കറിയാം ഇത്തരം സാഹചര്യങ്ങളിൽ അവരുടെ മനപ്രയാസം എന്താണെന്ന്. ശരി പറ, നീ ആരുടെ വശത്തായിരിക്കും? അത് എന്താ നന്ദു ഇത്? അമ്മയോട് ശരിയോടൊക്കെ ചോദിക്കുന്ന എന്തിനാ? ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടല്ലേ. ഞാൻ വാദിക്കുന്നത് അച്ഛന് വേണ്ടിയല്ല, തെറ്റ് ചെയ്യാത്തൊരു മനുഷ്യന് വേണ്ടിയാ. അച്ഛന്റെ ഭാഗത്ത് ശരിയുണ്ടെന്ന് നീ എങ്ങനെ തീരുമാനിച്ച? പറ, എല്ലാരും അറിയട്ടെ. എന്താണ് അച്ഛന്റെ ഭാഗത്ത് ശരി? അച്ഛന്റെ വാക്ക്, അതാണ് അച്ഛന്റെ ഭാഗത്ത് ശരി. കണ്ടോ അമ്മേ, പറയാൻ ഉത്തരവില്ല. അപ്പോ വായി തോന്നുന്ന പറഞ്ഞ് അച്ഛനെ ന്യായീകരിക്കുക. മോളെ, നന്ദൻ പറഞ്ഞതല്ലേ ശരി? സിദ്ധാർത്ഥൻ സാറ് ഇതിനെതിരെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് നിഷേധിക്കേണ്ടതല്ലേ? അമ്മേ, അമ്മയ്ക്ക് കാര്യങ്ങൾ പൂർണ്ണമായിട്ട് അറിയില്ലല്ലോ, പിന്നെന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അഭിപ്രായം പറയുന്നേ? ഓ, നിനക്ക് പൂർണ്ണമായിട്ടെല്ലാം അറിയാലോ. അറിയാം, എനിക്കെല്ലാം അറിയാം. എല്ലാം അറിയാന്ന് വെച്ചാ? ആ തനൂജ അച്ഛന്റെ മോളല്ലാന്ന് അറിയാം. അറിയാന്നല്ലാതെ എങ്ങനെ അറിയാന്ന് പറയടി. നന്ദു, എന്നെ എടി പൊടിന്ന് വിളിക്കരുത്. നന്ദേട്ടാ പ്ലീസ്. നന്ദേട്ടൻ ഈ രീതിയിലൊന്നും ഇതേവരെ പെരുമാറിയിട്ടില്ലല്ലോ. ആ, ഞാൻ ഇതുവരെ ഈ രീതിയിലൊന്നും പെരുമാറിയിട്ടില്ലല്ലോ. അപ്പൊ തന്നെ നിങ്ങക്ക് ഊഹിച്ചൂടെ ഇപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ പറയേണ്ടി വരുന്നതെന്ന്? മോനെ, തർക്കമൊന്നും വേണ്ട. അതെ, ഞാൻ തർക്കിക്കാനല്ല വന്നത്. നന്ദു, ഒരുപാടങ്ങ് പറയുന്നുണ്ടല്ലോ. ഞാനൊന്ന് ചോദിക്കട്ടെ, നന്ദു ഈ ലോകത്ത് ഏറ്റവും ആരാധിക്കുന്നത് അച്ഛനെയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. പക്ഷെ അച്ഛന് പറയാനുള്ളത് ക്ഷമയോടെ കേൾക്കാനുള്ള മര്യാദ കാണിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അച്ഛനും ഞാനും എങ്ങനെയുള്ളതെന്ന് നീ പറയണ്ട. അതിനെക്കുറിച്ച് എന്നെ പഠിപ്പിക്കാൻ വേണ്ട. നീ ഇപ്പൊ വരുന്നുണ്ടോ അത് പറ. മോളെ, നന്ദു, നമ്മൾ സംസാരിച്ച് ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ട് സന്തോഷത്തോടെ അല്ലേ പോവേണ്ടത്? ഇതിപ്പോ അവിടെ കാണിച്ചതിനേക്കാളും ദേഷ്യമാണല്ലോ ഇപ്പൊ കാണിക്കുന്നേ. നിന്റെ വാചകൂടെ എനിക്ക് കേൾക്കണ്ട. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ അത് പറ. വഴക്കാന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങി ഇങ്ങനെ ചുറ്റിക്കിറങ്ങി നടക്കാലോ. നന്ദു, വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. എനിക്കിഷ്ടമുള്ള രീതിയിൽ ഞാൻ സംസാരിക്കും. നിന്റെ ചെലവിലൊന്നുമല്ലല്ലോ ഞാൻ കഴിയുന്നേ. ഇറങ്ങിപ്പോയവളെ തിരിച്ചു വിളിക്കാൻ വന്നപ്പോ അവിടെ നിന്ന് ആളാവുന്നു. എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പോയി പണി നോക്കടി. മോനെ, മോളെ. നന്ദു, ഞാനൊന്ന് പറയട്ടെ. നന്ദു, ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.